ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വിളവെടുപ്പിൻ്റെയാണ് കേട്ടോ. ഞങ്ങളുടെ വയലിലുണ്ടായ നല്ല അടിപൊളി കണിവെള്ളരിയുടെ വിളവെടുപ്പായിരുന്നു അന്ന്. ഹലോ ഗൈസ്, ഞങ്ങൾ വെള്ളരി വിളവെടുപ്പിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തെ അമ്മമ്മ അതൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണിവെള്ളരിയാണ് കേട്ടോ, കണിവെള്ളരി. ഇതേപോലത്തെ കണിവെള്ളരിയാണ് കേട്ടോ ഫുൾ അമ്മമ്മ പറിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുള്ളത്. കണി വെക്കാൻ വേണ്ടിയിട്ട് അതാ ഏട്ടത് പൊന്തിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാ. ഇങ്ങോട്ടേക്ക് വഴി ഇല്ലാത്തതുകൊണ്ട് വണ്ടി അവിടെ വരെ വരുള്ളൂ. ഇപ്പൊ സമയം കുറച്ച് നേരം വൈകിപ്പോയി, അതുകൊണ്ട് ഭയങ്കര വെയിലാണ്. ഞാൻ അല്ലുമോനിതാ ഒരു വാഴേന്റെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അല്ലുവിന് ഇതവിടെ വെള്ളം കണ്ടിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങണോ? വീണ് പോവോ? വീണ് പോവില്ല. വെയിലുണ്ടോ? വെയിൽ കൊള്ളണ്ട. വെയിൽ കൊണ്ട പനി വരും കേട്ടോ. ഇത് കണ്ടില്ലേ, അല്ലുവിന്റെ അത്ര വലിപ്പമുള്ള പടവലാണ്. അല്ലുവിന്റെ അത്ര ഹൈറ്റ് ഉണ്ട്, കണ്ടില്ലേ? അല്ലുവിനെ കണ്ണ് വലിപ്പുണ്ട്. ആ പിടിച്ചു വലിക്കല്ലേ, പൊട്ടിപ്പോവൂ. ആ അമ്മമ്മ പറിക്കാനായിണ്ട്. അതൊന്നും ചെയ്യരുത് കേട്ടോ. അത് കറി വെക്കാനുള്ളത്, പച്ചക്കറി വെക്കാനുള്ളത്. മണം ഉണ്ടോല്ലേ, പടവലത്തിന് മണം ഉണ്ടോല്ലേ. ഇതൊന്നും കീടനാശിനി ഒന്നും ഇട്ടുണ്ടാക്കിയതൊന്നുമല്ല. അമ്മമ്മ വീട്ടിലുള്ള വളവും കോഴിക്കാട്ടം, പിന്നെ ചാണകപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ പച്ചക്കറി വളം അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ അടിപൊളി സാധനമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. ഇത് കണ്ടില്ല, ഇതാണ് അമ്മമ്മേൻ്റെ കൃഷി. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ അധ്വാനിച്ചിട്ടാണ് ഇതാ ഇത്രയും ഉണ്ടാക്കിയത്. ഇതിപ്പോൾ കനാലിൽ വെള്ളം വന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ വെള്ളം. കണ്ടില്ലേ, അത് അവിടെ മത്തനുണ്ട്, ഇളവനുണ്ട്. ഇളവനില്ലേ, കാണുന്നില്ലേ? അതാ ഇളവൻ. ഇതൊക്കെ ഒരു കീടനാശിനികളൊന്നും ഇല്ലാതെ നല്ല ഇതിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞ് പയറിപ്പം ഉണ്ടായി വരുന്നുണ്ട്. ഇതാ പയറ് അവിടെയുണ്ട് വെള്ളം. അല്ലു വെയിൽ വെള്ളമുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഇപ്പൊ ഉച്ചക്ക് ഈ സമയം 11:30-12 മണിയാണ്. ഞങ്ങൾ വരാൻ കുറച്ച് നേരം വൈകിപ്പോയി. പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ഇതൊക്കെ അതാ കണിവെള്ളരിയാണ് ഗൈസ്, കണ്ടില്ലേ? നല്ല കണിവെള്ളരി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ട്, കണ്ടില്ലേതാ ഫോക്കസ് ആണല്ല. നോക്കിക്കേ, എന്ത് കണിവെള്ളരി നോക്കിക്കേ. നല്ല മഞ്ഞ കളറായിട്ടുള്ള കണിവെള്ളരി നിറയെ ഉണ്ട്. ഇതിട്ടാലാണ് ഇപ്പോൾ നമ്മൾ പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇതാ ഇത് നിറയെ കണിവെള്ളരിയാണ് കേട്ടോ. ഇതൊക്കെ നിറയെ കണിവെള്ളരിയാണ്. പിന്നെ അമ്മമ്മയ്ക്ക് വേറെ കുറച്ച് ചീരേൻ്റെ കൃഷി ഉണ്ടായിന്. ചീര അതൊക്കെ നമ്മൾ കുറേ പറിച്ച് ഇതൊക്കെ മൂത്ത്. നല്ല വെയിലാട്ടോ, പൊരിഞ്ഞ വെയിലാണ്. പൊരിഞ്ഞ് നമ്മൾ കരിഞ്ഞു പോകുന്ന വെയിലാണ്. അതന്നെ, ഞങ്ങള് വെള്ളരിയൊക്കെ പറിച്ച് ഓട്ടോയിലിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതാ അല്ലു ഓട്ടോയിലുണ്ട്. നമ്മളെ ചാക്കും കെട്ടുകൾ ഇരിക്കാൻ സ്ഥലമില്ല. ചിക്കൻ വാങ്ങി. ചിക്കൻ വേണോ? എത്ര കാറല്ല പതിപ്പലിട്ടാണ് പുറത്തിറങ്ങുന്നെങ്കിൽ കാറും ജീപ്പും മാത്രമേ ഉള്ളൂ. ഞാൻ ഫുള്ള് വേർത്ത് കണ്ടില്ല, എന്ത് ചൂടാ, ഭയങ്കര ചൂടല്ലേ. അങ്ങനത്തെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വണ്ടിയിൽ നിന്ന് ഈ ചാക്കുകെട്ടുകളൊക്കെ എടുത്ത് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഏട്ടനും അച്ഛനും കൂടെയാണ് ചാക്കൊക്കെ എടുത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. ഇനി ഇതൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കണം. അതിനിടയ്ക്ക് അല്ലു അവനൊരു ചാക്കുകെട്ട് തലയിൽ വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്താ ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞപ്പോൾ ആ ചെരുപ്പ് ഊരിയിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. വേഗം വാ, ഒരു ചാക്കൻ്റെ തലയിൽ വെക്കട്ടെ. ആ ചാക്ക എന്റെ തലയിൽ വെക്കാനാ? നോക്കട്ടെ, എനിക്ക് ശക്തി ഉണ്ടോ നോക്കട്ടെ. ഒന്നിങ്ങോട്ട് തിരികെ എന്നിട്ടോ ഒരു ചാക്ക എന്റെ തലയിൽ വെച്ച് കൊടുക്ക്. ഇങ്ങോട്ട് വാ, പപ്പ ഇത് എടുത്തോട്ടെ. പാവം അല്ലുണ്ട്. അവനൊരു ചാക്കെടുക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് അവനെ പിടിച്ച് താഴെ ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സങ്കടവും പരിഭവവും ഒക്കെയാണ് ഏട്ടൻ്റെ അടുത്ത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ ബാക്കിയുള്ള ചാക്കും കൂടെ എടുത്ത് കൊണ്ടുപോവുകയാണ്. ഇതാ അച്ഛൻ പറഞ്ഞു എൻ്റെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒറ്റയ്ക്കൊന്നും പൊങ്ങൂല കേട്ടോ. ഞാൻ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇനി വിളിക്കാനാവൂല, അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള ചാക്കൊക്കെ ഇതാ ഏട്ടെടുത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്.
അപ്പോൾ അത് ഞങ്ങൾ ഓരോ ചാക്കും ഒഴിച്ചിട്ട് എല്ലാ കണിവെള്ളേരും എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തുടച്ചെടുത്ത് വെക്കണം. അപ്പോൾ അത് ഒരാൾ കണ്ടില്ലേ, തൊട്ടിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കിയിരിക്കുന്നത്. നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ വന്ന് ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാണ് അവൾ എണീറ്റ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ കുഞ്ഞ് കൃഷിയൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.